ഗംഭീരവും നവ്യവുമായ വീടുകളുടെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുകയില്ല. അർത്തുങ്കലിലെ തോമസിൻ്റെ വീട്ടുമുറ്റത്താണുള്ളത്. വേനലിലെ ആദ്യ മഴയാണ്, ആദ്യ വീഡിയോയുമാണ്. എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയിലേക്ക് സ്വാഗതം. അർത്തുങ്കൽ ഒരു പക്ക വില്ലേജ് ഏരിയയാണ്. സാധാരണ നമ്മൾ ഗ്രാമങ്ങളിൽ കാണുന്ന തരത്തിലുള്ള എലിവേഷൻ അല്ല തോമസിൻ്റെ വീടിന്. ഒരു കണ്ടെയ്നർ വീടിൻ്റെ കൗതുകവും അതുപോലെ ഒരു അൾട്രാ കണ്ടംപററി ശൈലിയിലുള്ള വീടിൻ്റെ ഗാംഭീര്യവുമാണ് വീടിന്. നമ്മൾ മലയാളികൾ ഇത്തരം വീടുകൾ കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. 8 സെൻറ്റ് ഭൂമിയിലാണ് അരേശ്ശേരി എന്ന പേരായ ഈ വീടുള്ളത്. കടൽ തീരമായതിനാൽ പച്ചപ്പുള്ള ടെറൈനാണ്. പടിഞ്ഞാറ് ദർശനമാണ് വീട്. ഒരു കണ്ടെയ്നർ വീട് നിർമ്മിക്കണമെന്നായിരുന്നു തോമസിൻ്റെ ആഗ്രഹം. കടൽ തീരമായതിനാൽ ഉപ്പുകാറ്റടിച്ചത് താറുമാറാവുമെന്ന് കരുതി പ്ലാൻ മാറ്റി ഇമാതിരി ഒന്ന് പണിയിച്ചെടുത്തതാണ്. മുന്നിൽ ഒരു നെടുനീളൻ വരാന്തയുണ്ട്. നമ്മൾ കാണുമ്പോൾ വീടിൻ്റെ ഇടത്തെ അറ്റത്ത് സ്ക്വയർ പൈപ്പ് കൊണ്ട് തേൻ നിറത്തിൽ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. വീടിന് നല്ല കോസി ലുക്കാണ്. പ്രീമിയം റേഞ്ച് ഫീലാണ് ഫ്രണ്ട് എലിവേഷന്. സുമാർ 12 മീറ്റർ നീളത്തിലാണ് വീടുള്ളത്. 2.5 മീറ്ററോളം നീളമുള്ള ബേ വിൻഡോസാണ് വീടിൻ്റെ യഥാർത്ഥ ലുക്ക്. ഇനിയിപ്പോൾ അതൊക്കെ വരാന്തയിലേക്ക് കയറാം. വരാന്തയിലേക്കുള്ള ആക്സസിനായി ഗ്രാനൈറ്റ് ഇട്ട 2 പടികളാണുള്ളത്. അതിനപ്പുറം വരാന്തയുടെ തെക്കേ അറ്റത്ത് ചെറിയ സിറ്റിംഗ് ഉണ്ട്. അതിന് താഴെ ചെരുപ്പുകൾ സൂക്ഷിക്കാനായി ഒരു സ്റ്റോറേജ് ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. കാര്യമായ ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ചെയ്യാതെയാണ് മുൻമുറ്റമുള്ളത്. മാവ്, പുളി തുടങ്ങിയ ചില നാട്ടുവൃക്ഷങ്ങളുണ്ട്. പുതിയ വീടിന് അഭിമുഖമായി തോമസിൻ്റെ തറവാട് വീടും കാണാറാവും. 45 രൂപ നിരക്കിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് വരാന്തയിലുള്ളത്. തെളിഞ്ഞ ചുവരുകളും നീളൻ ബേ വിൻഡോസും തേൻ നിറമുള്ള പാനലിങ്ങും ഓറഞ്ച് നിറമുള്ള ലൈറ്റുകളും എല്ലാം ചേർന്ന് പൂമുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. വരാന്ത വീടിൻ്റെ അത്രയും നീളത്തിൽ വടക്കേ അറ്റം വരെ നീണ്ടുപോകുന്നു. സിറ്റിങ്ങിനായി ഇവിടെ ഒരു അരപ്ലേസ് കെട്ടി ഉയർത്തിയിട്ടുണ്ട്. വീടിൻ്റെ വടക്കേ മുറ്റത്ത് ഷീറ്റ് കൊണ്ട് ഒരു പന്തലും ഇട്ടിട്ടുണ്ട്. ഈ വീട് ഭാര്യയ്ക്കുള്ള തോമസിൻ്റെ സ്നേഹ സമ്മാനമാണ്. വിവാഹശേഷം 5 വർഷത്തിനുള്ളിൽ ഒരു വീട് നിർമ്മിക്കും എന്നൊരു വാക്ക് നൽകിയിരുന്നു. 8ാം വിവാഹ വാർഷികത്തിന് വാക്ക് സത്യമായി. തോമസ് ജനിച്ചു വളർന്ന ഒരു ക്ലാസിക് വീട് ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ തോമസിൻ്റെ അനുജനാണ് ഇവിടെ താമസിക്കുന്നത്. തടികൊണ്ടുള്ള ഒരു പാനലിംഗ് ആണ് ഈ ഭാഗത്ത് ഭിത്തിമേലുള്ളത്. അതിലൊരു വിളക്കുകാൽ വെച്ച് പിടിപ്പിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാതിൽ വീട്ടിൽ തന്നെ ആശാരിയെ ഇരുത്തി പണിയിപ്പിച്ചെടുത്തതാണ്. ഇനി വീടിനകത്തെ കാഴ്ചകളിലേക്ക് ഒപ്പം വീട്ടുകാരെ പരിചയപ്പെടാം. എൻ്റെ പേര് ദിവ്യ. ഹസ്ബൻഡിൻ്റെ പേര് തോമസ് എന്നാണ്. പുള്ളിക്കാരനുള്ള നാട്ടിലില്ല. ഇത് അമ്മച്ചിയാണ്. ഞങ്ങൾ പുതിയതായിട്ട് വെച്ച വീടാണ്. അപ്പം ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ വേറൊരു മോഡൽ നോക്കി അങ്ങനെ ചെയ്തതാണ്. എല്ലാം പുള്ളിക്കാരൻ്റെ ഡിസൈൻ തന്നെയാണ്. പുള്ളിക്കാരൻ തന്നെ ഡിസൈൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കിട്ടി. ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബത്തെ താമസിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ് തന്നെ തറവാട്ട് വീട്ടിലായിരുന്നു. 2 മാസമേ ആയിരുന്നു ഇങ്ങോട്ടേക്ക് ഹൗസ് വാമിങ്ങിന് എത്തിയിട്ട്. എൻ്റെ പേര് ജസിന്ത, തോമസിൻ്റെ അമ്മച്ചിയാണ്. കണ്ടിട്ട് വീടിനെ പറ്റി എല്ലാവരും അഭിപ്രായം പറയാം. സാജൻ ബയസ് അർത്തുങ്കൽ എന്ന പേരായ ഒരു മികച്ച മരയാശാരിയുടെ ഗംഭീരമായ കരവിരുതാണ് ഈ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ നമുക്ക് കാണാനാവുന്നത്. ഒരു ഒതുക്കമുള്ള ഗസ്റ്റ് സിറ്റിംഗാണ് ആദ്യം. വീട്ടിൽ സാജൻ തന്നെ തയ്യാറാക്കിയ സിറ്റിംഗ്, അതുപോലെ ടീപ്പോയി എന്നിവയെല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഫുൾ കോൺട്രാക്റ്റ് നൽകാതെ ലേബർ കോൺട്രാക്റ്റ് മാത്രം നൽകി നിർമ്മിച്ചെടുത്ത ഒരു മീഡിയം ബഡ്ജറ്റ് വീടാണിത്. ജനലുകൾ ഇരുമ്പാണ്. കർട്ടൻ ഇട്ടിട്ടുണ്ട്. പുറത്തെ കാറ്റിനായി അതൊരല്പം വശങ്ങളിലേക്ക് മാറ്റിയിട്ടതാണ്. അടുക്കളയിൽ കബോർഡിന് ബാക്കിയായ ഷീറ്റ് കൊണ്ട് ആശാരി തന്നെ നിർമ്മിച്ച് നൽകിയ ടീപ്പോയാണ്. ആനക്കൊമ്പിൻ്റെ നിറമാണ് അകത്ത് ചുവരുകൾക്കെല്ലാം. സൂരജ് മക്കായി എന്നയാളാണ് വീടിൻ്റെ കളറിംഗ് എല്ലാം നടത്തിയിരിക്കുന്നത്. ഇവിടെ ചുവരിൽ CNC കട്ടിങ്ങിൽ വുഡ് പക്കർ എന്ന സ്ഥാപനത്തിലെ സോജോ ചെയ്തെടുത്ത ഒരു വാൾ ഡിസൈനും ഗംഭീരമാണ്. ഇനി വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്. ടഫൻ ഗ്ലാസ്സിലാണ് ബേ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഗ്ലാസ്സുകൾക്കായി തോമസ് ചിലവാക്കിയത് 20,000 രൂപയാണ്. ജാലകവിരിയൊന്നും മാറ്റിയാൽ ജനിച്ചു വളർന്ന വീടും പറമ്പും കാണാറാവും വിധമാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതുൾപ്പെടെ വീട്ടിലെ മുഴുവൻ കർട്ടനുകൾക്കുമായി സുമാർ 10,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. സിറ്റിങ്ങിന് നേരെയായി ഒരു TV യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. വളരെ ലളിതമാണ്. പ്ലൈവുഡ് കൊണ്ട് മരയാശാരി നിർമ്മിച്ച് നൽകിയതാണ്. അതിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. ഈ ഭാഗം തന്നെയാണ് ഡൈനിങ് ലിവിംഗ് പാർട്ടീഷനായിട്ടും വർത്തിക്കുന്നത്. വീടിൻ്റെ ചുവരുകളാകമാനം സോളിഡ് ബ്ലോക്ക് കൊണ്ട് പടവ് ചെയ്ത് പൊട്ടിയിട്ടിരിക്കുകയാണ്. മുകൾ വശം വാർത്ത് അതിന് ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. ജിപ്സം കൊണ്ട് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് മാർട്ടിൻ എന്നയാളാണ്. വരാന്തയിൽ കണ്ട അതേ ടൈലാണ് അകവശത്തും പാകിയിട്ടുള്ളത്. ഈ ഭാഗത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത അമിതമായ വൈദ്യുതി ദീപാലങ്കാരങ്ങൾ യാതൊന്നുമില്ല എന്നതാണ്. മിതമാണ് എല്ലാം. ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് പ്രിനു എന്ന് പേരായ ഒരാളാണ്. രൂപക്കൂടിയിൽ കർത്താവിൻ്റെ രൂപം മാത്രം CNC കട്ടിങ് ചെയ്തു. ബാക്കിയെല്ലാം ആശാരിയുടെ വർക്കുകളാണ്. പ്രയർ ഏരിയയിലേക്ക് തുറക്കുന്ന 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. രൂപക്കൂടിൻ്റെ ഈ കാഴ്ച ഒരു വട്ടം കൂടി കണ്ടതിന് ശേഷം വലതുവശത്തെ ആദ്യ ബെഡ് സ്പേസിലേക്ക്. പ്ലാവിൻ തടി കൊണ്ട് വീട്ടിൽ ആശാരി നിർമ്മിച്ച വാതിലുകളാണ് 2 ബെഡ്റൂംസിന് നൽകിയിട്ടുള്ളത്.
പ്രീമിയം ലുക്കിലുള്ള ഒരു ക്ലാസിക് ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ഇവിടുത്തെ പ്രധാന കാഴ്ച ഒരു ബെഡും ബെഡ് സൈഡും അതുപോലെ വിശാലമായ ഒരു സ്റ്റോറേജ് ഏരിയയുമാണ്. പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സിനിമ നിർമ്മിക്കും പോലെയാണ് ഒരു വീടിൻ്റെ നിർമ്മാണം. പല മേഖലയിലുള്ള കലാകാരന്മാർ ഒന്നുചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നു. അതുപോലെ വിവിധ തരത്തിലുള്ള പണിക്കാർ ചേർന്ന് അതിഗംഭീരമായ ഒരു വീടും നിർമ്മിച്ചെടുക്കുന്നു. ഗൃഹനാഥനായ തോമസ് സിനിമയിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പല യാത്രകളിൽ പലയിടങ്ങളിൽ കണ്ടെത്തിയ ആശയങ്ങളാണ് വീട്ടിൽ നടപ്പാക്കിയിരിക്കുന്നത്. വീടിൻ്റെ മുഴുവൻ ഡിസൈനിങ്ങും നിർവഹിച്ചിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. വീട്ടിലെ കട്ടിലെല്ലാം പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. അതിൻ്റെ താഴെയും നല്ല സ്റ്റോറേജ് ഉണ്ട്. തോമസിൻ്റെ ആത്മസുഹൃത്തും നാട്ടുകാരനുമായ സെബാസ്റ്റ്യൻ ആൻ്റണി എന്നയാളാണ് വീടിൻ്റെ നിർമ്മാണ ജോലികളെല്ലാം ചെയ്തു നൽകിയിരിക്കുന്നത്. വളരെ ഹൃദ്യമായ ഒരു തീമാണ് ഈ ബെഡ്റൂമിന്. പേസ്റ്റൽ കളറുകൾക്ക് ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട്. അത്തരം നിറവിന്യാസമാണ് ഈ മുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്യൂട്ടി. 3000 രൂപയ്ക്ക് പറഞ്ഞു ചെയ്യിപ്പിച്ച ചില്ലിട്ട ഒരു ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. മുറിയുടെ പ്രധാന തീമിൽ തന്നെയാണ് ബാത്റൂം ടൈലുകളുടെയും തിരഞ്ഞെടുപ്പ്. സാമാന്യം വലിപ്പമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടോയ്ലറ്റാണ് ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നടന്ന് രൂപക്കൂടിനപ്പുറമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്. പ്രൈവസി എന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ബെഡ്റൂമുകൾ രണ്ടും 2 വശങ്ങളിലായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ജോലിയുടെ ഭാഗമായി ഗൃഹനാഥൻ നിരവധി സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ടാവാം ഇവിടുത്തെ ബെഡ്റൂമുകൾക്കെല്ലാം ഒരു പ്രൊഫഷണൽ ലുക്കാണ്. ആദ്യം കണ്ട അതേ മുറിയുടെ മാറ്റിലും തനിമയിലും അളവിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഉള്ളത്. ഇവിടെയുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഈ വീടിൻ്റേത്. കണ്ടെയ്നർ വീടുകളെ ഇഷ്ടപ്പെടുന്നവർക്കും ഇമാതിരി ഒന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെയും ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സെറ എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് എല്ലാ ഫിറ്റിങ്സുകളും. ഇനി TV യൂണിറ്റിന് പിന്നിലുള്ള ഡൈനിങ് ഏരിയയിലേക്ക്. ഒരു ചെറിയ സ്പേസ് ആണ്. അവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇരുമ്പ് കൊണ്ട് ഫ്രെയിം അടിച്ചതിന് ശേഷം അതിനുള്ളിൽ തടി ഘടിപ്പിച്ചിരിക്കുന്നു. ഊൺമേശയോട് ചേർന്ന് തന്നെ ചെറിയൊരു കബോർഡ് വർക്കും ഇവിടെ ചെയ്തിരിക്കുന്നു. മിതമായ ലൈറ്റിങ്ങും കളറിങ്ങും കൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്ഥലവുമാണ് ഇത്. ദീർഘചതുരാകൃതിയിലുള്ള വീടിനെ 2ആയി നീളത്തിൽ ഭാഗിച്ച ശേഷം അതിലൊരു ഭാഗത്ത് ആദ്യം സിറ്റിംഗ്, പിന്നെ ഡൈനിങ്, പിന്നെ കിച്ചൺ എന്നിങ്ങനെ വേർതിരിച്ച് എടുത്തിരിക്കുകയാണ്. പ്ലൈവുഡിൽ നിർമ്മിച്ച TV യൂണിറ്റിൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത്. അവിടെയും മികച്ച ഒരു കളർ നൽകി ഹൃദ്യമാക്കിയിരിക്കുന്നു. ഇനി ഇവിടുത്തെ വാഷ് ബേസിൻ്റെ കാഴ്ച. ഡൈനിങ് ഏരിയയ്ക്കും ഓപ്പൺ കിച്ചണും നടുവിലായാണ് വാഷ് കൗണ്ടറിൻ്റെ സ്ഥാനം. 10,000 രൂപ വിലയുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും അതുപോലെ 1500 രൂപ വിലയുള്ള ഒരു കണ്ണാടിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വാഷ് കൗണ്ടറിൻ്റെ താഴ്ഭാഗം നല്ല സ്റ്റോറേജ് ഏരിയയാക്കി മാറ്റിയിട്ടുമുണ്ട്. ഡൈനിങ്ങിൻ്റെ തുടർച്ചയെന്നോണമുള്ള ഓപ്പൺ കിച്ചൻ്റെ കാഴ്ചകളാണിനി. ഡൈനിങ്ങിനെ കിച്ചണിൽ നിന്ന് വേർതിരിക്കുന്നത് ഗ്ലാസ് ടോപ്പ് ചെയ്ത ഒരു പാർട്ടീഷനാണ്. ഇതും പ്ലൈവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചൺ ഏരിയ. നല്ല സ്റ്റൈലിഷായി കബോർഡ് വർക്ക് ചെയ്ത നല്ല പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കിച്ചണാണ്. തോമസിൻ്റെ ഭാര്യയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തത്. പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇലക്ട്രിക് ചിമ്നി പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഇലക്ട്രിക് ചിമ്നിക്ക് ചിലവായ തുക 18,000 രൂപയാണ്. ഈ കിച്ചണിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കുന്നത് ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന വാൾ ടൈലുകളാണ്. ഐവറി നിറമുള്ള ചെറിയ വാൾ ടൈലുകൾ. കിച്ചൺ ക്യാബിനറ്റ് മുഴുവനായും ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു. ചുറ്റോട് ചുറ്റിനും മികച്ച സ്റ്റോറേജ് സംവിധാനങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കിച്ചൺ കബോർഡുകൾ അടിച്ചിരിക്കുന്ന ഈ ഷീറ്റുകൾക്കൊന്നിന് 4,800 രൂപയാണ് വില വന്നത്. ബാക്കിയായതെല്ലാം പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുക്കളയുടെ താഴ്ഭാഗത്തും നല്ല സ്റ്റോറേജ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള 3 ജാലകങ്ങളാണ് അടുക്കളയ്ക്കുള്ളത്. വരാന്തയുടെ വടക്കേ അറ്റത്തേക്ക് തുറക്കുന്നത് ഈ ജാലകങ്ങളാണ്. ഇനി ഇവിടെ നിന്ന് നീങ്ങി ഇവിടുത്തെ വർക്കിംഗ് കിച്ചൻ്റെ കാഴ്ചകളിലേക്ക്. പിസ്ത എന്ന നിറമാണ് തീം. എൽ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയാണ്. സാമാന്യം വിശാലവുമാണ്. മീഡിയം ബജറ്റ് വീടാണെങ്കിലും മികച്ച നിർമ്മാണ സാമഗ്രികൾ കൊണ്ടാണ് വീടിൻ്റെ പണിയെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത്. സജീവ് പഴമ്പാശ്ശേരി എന്നയാളാണ് വീടിൻ്റെ പ്രധാന പ്ലംബർ. ഇവിടെയും കിച്ചൺ ക്യാബിനറ്റിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അടുക്കളയുടെ മുകൾ ഭാഗത്തെ വശങ്ങളിലെല്ലാം കമ്പിവേലി അടിച്ച് ബന്ധവസാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് പുറത്തേക്ക് ഒരു എൻട്രി നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുകളിലേക്ക് കയറാൻ ഷിബു മണാശ്ശേരി എന്നയാൾ നിർമ്മിച്ച ഒരു ഗംഭീരമായ സ്റ്റെയർ കേസും കാണാം. ഇനി വീടിൻ്റെ ചെലവ് വിവരങ്ങളാണ്. 1050 സ്ക്വയർ ഫീറ്റാണ് വിസ്തൃതി. ലേബർ കോൺട്രാക്റ്റാണ് നൽകിയത്. യാതൊരുവിധ ഇൻറ്റീരിയർ വർക്കുകളും ഇല്ലാതെ ചിലവായത് 20 ലക്ഷം രൂപയാണ്. സർവമാന ഫർണിച്ചറുകൾ ഉൾപ്പെടെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും ചേർത്ത് 27 ലക്ഷം രൂപ ചിലവ് വന്നു. വീടിൻ്റെ കാഴ്ചകൾ അവസാനിക്കും മുമ്പ് ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണത്തിന് തോമസിനെ സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ. എൻ്റെ പേര് ലൈജു എന്നാണ്. ഈ വീടിൻ്റെ ഗൃഹനാഥൻ്റെ അനിയനാണ്. ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലായിരുന്നു. ഇപ്പോൾ ചേട്ടൻ വീട് വെച്ചിട്ടൊരു 2 മാസം ആയിട്ടുള്ളൂ. ഇത് ചേട്ടൻ്റെ മോള് ഹന്ന മരിയ, ഇത് എൻ്റെ മോള്
ഇസ്ര. പിന്നെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ്. നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, സെബാസ്റ്റ്യൻ എന്നാണ് പേര്, അദ്ദേഹമാണ് എൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ ജോലിക്കാർ ഇതിൻ്റെ ഓരോ വർക്കുകളും ചെയ്ത് തീർത്തിട്ടുണ്ട്.